ഇപ്പോൾ കോളേജ് രണ്ടത് പരിശോധന നടന്നുകൊണ്ടിരിക്കണം. അള്ളാഹു പൂർണ്ണ ശിഫ നൽകുമാറാവട്ടെ. ആജിലാശിഫ അള്ളാഹു നൽകുമാറാവട്ടെ. അപകടങ്ങൾ അള്ളാഹു തന്നെയും നമ്മുടെ കുടുംബത്തെയും ആ ബന്ധപ്പെട്ടവരെയും അള്ളാഹു സലാമത്താക്കുമാറാവട്ടെ. മറ്റൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരാൾ പേര് പറഞ്ഞു, പക്ഷെ പലതക്കം വയ്യ, അതുകൊണ്ട് പറയണം. നമ്മൾ 55 മാസം 2000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അവര് കർഷകരാണ്, അധ്വാനിച്ച് അവസാനം ചിലപ്പോൾ ഒന്നും കിട്ടൂല, അങ്ങനെ എളുപ്പപ്പെട്ട കൃഷികൾ പടച്ചറപ്പ് അവരുടെ ജോലി, അവിടെ കൃഷിയിലൊക്കെ വലിയ വർഷം നൽകുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്കൊക്കെ വലിയ സന്തോഷം നൽകുമാറാവട്ടെ. ഇഷ്ടത്തോടുകൂടി ജീവിച്ച് ഇഷ്ടത്തോടെ മരിക്കാൻ നൽകുമാറാവട്ടെ. അതുപോലെ അത് പേര് പറയുന്നില്ല, ചില പേര് പറയുന്നതെന്ന് പറഞ്ഞാലും പറയുമ്പോൾ ഇതെന്തെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊരു പ്രചോദനം ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നിങ്ങളിനോട് വെച്ചു വരുന്നത് അബ്ദുറഹീം കളത്തികൾ എന്നായിരുന്നു. പടച്ചറപ്പാവും വലിയ വർക്കത്ത് നൽകുമാറാവട്ടെ, വലിയ സന്തോഷം നൽകുമാറാവട്ടെ. അവരുടെ കുടുംബത്തിലൊക്കെ വലിയ സന്തോഷം നൽകി മരണപ്പെട്ടവർക്ക് അവസരം നൽകുമാറാവട്ടെ. പിന്നെ പ്രത്യേകമായി ദുആ ചെയ്യാൻ ഇന്നിപ്പോ മുഹറം 1 ഇന്നലെ വരെ കണ്ട വിരുന്നില്ലേ, ഇന്ന് മുഹറം 1. അപ്പോൾ നമ്മളെ 9, 10 ശനി ഞായറാവും. ശനിയാഴ്ച ഒന്നായിട്ട് കണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് സമസ്തന്റെ ലെറ്ററുകളുടെ എഴുത്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നോൽക്കുന്ന ആളുകൾക്ക് നോക്കാം. പക്ഷെ ഇന്നിപ്പോ നോൽക്കാനൊരു സാധ്യതയില്ല. ഉച്ചന്റെ മുമ്പാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിയന്ത്രിച്ചാൽ നോമ്പാവുകയും. കഴിഞ്ഞ ബലിപെരുന്നാൾക്ക് അറഫന്റെ തലേ ദിവസം തോൽക്കുന്നതിന് മഹത്വം ചോദിച്ച് ഒരാൾ വിളിച്ചു. നാളിവിടെ പേര് പറയില്ല, രാവിലെ കടഞ്ഞാ വെച്ചിട്ടുണ്ട്. ഇപ്പം നടന്നിട്ട് വരുമ്പോൾ വേറെ ചായ കുടിച്ച് വേറെ പ്രശ്നം ഉണ്ടായിട്ടില്ല, എങ്ങനെ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ വിളിച്ചില്ല. അപ്പൊ അതിന് വകുപ്പില്ല. നോമ്പ് പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ കണ്ട് വന്ന് ഒരു ഉച്ചക്ക് മുമ്പായി നോമ്പ് മുമ്പായിട്ട് അത് നെയ്യത്ത് വെച്ചാൽ അൽഹംദുലില്ലാ അന്നത്തെ നോമ്പതോടുകൂടി സുന്നത്തുവൽ. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാൻ ചാൻസ് ഒന്നുമില്ല. നാളെ നോക്കാൻ പറ്റുന്നവർക്ക് നോക്കാം. 9, 10 ശനിയും ഞായറുമാണ്. ഹിജ്റയോടനുബന്ധിച്ച് 4 കാര്യങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞത് മാത്രം പറയും. ഒന്ന്, അവിടുന്ന് പറഞ്ഞത് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. സലാം, സമാധാനം, അസ്സലാമു അലൈക്കും. അത് പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും, പറയാൻ പറ്റൂല എന്ന് പറഞ്ഞവർക്കല്ല, പറയാൻ പറ്റുന്ന ആളുകൾ പരിചയം ഉണ്ടോ ഇല്ലേ നോട്ടല്ലേ, അവര് സലാം പറയും. സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടായാൽ പിന്നെ ഒരു ആവശ്യമുള്ള സംഗതി ഭക്ഷണമാണ്. വാത്തോഴുമുത്താണ്, നിങ്ങൾ ഭക്ഷണം ഭക്ഷിക്കണം. ഹിജ്റക്ക് റസൂലുള്ളാഹി മദീനയിൽ എത്തിയ ശേഷം അവിടുന്ന് പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗമാണ്. ഒന്നാമത് പറഞ്ഞത് സലാമിനെ പരത്തുക, രണ്ടാമത് ഭക്ഷണം കൊടുക്കുക. അത് വലിയ പ്രതിഫലമുള്ള ഒരു അമലാണ്. അള്ളാഹു ചെയ്യണം തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത് വസിലുൽ അർഹാം, കുടുംബബന്ധം നിങ്ങൾ ചേർക്കുക. കുടുംബവുമായുള്ള ബന്ധം അത് ഊട്ടിയുറപ്പിക്കാൻ വേണ്ട ശ്രമിക്കും. ചെറിയ അല്ലറ ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്തെല്ലാമാണ് നാട്ടിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മളൊന്നും ഒന്നുമല്ലല്ലോ, ഒരു നാട്ടിലൊന്നുമല്ല, പക്ഷെ നാട്ടിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് ചില വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അത് ഒരു നിലക്കും പരിഹരിക്കാൻ പറ്റാത്ത നിലക്ക് അകന്നു പോകും. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ. അള്ളാഹു തആല നമ്മുടെ കുടുംബങ്ങളെ പരസ്പര സ്നേഹത്തോടുകൂടി കഴിയാൻ അള്ളാഹു തോന്നിക്കുന്നതിനുമാവട്ടെ. ഈ വലിയ ബർക്കത്തുണ്ട്. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇടപെടുമ്പോൾ കഴിവിന്റെ പരമാവധി അത് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം. അതിന് വിട്ടുവീഴ്ച, നല്ലതുപോലെ വിട്ടുവീഴ്ച ചെയ്യണം. അപ്പോഴേ അത് തീരുള്ളൂ. അവർക്ക് വലിയ പവർ ഇസ്ലാം കൽപ്പിച്ചു. അപ്പൊ അതാണ് മൂന്നാമത് പറഞ്ഞത്. നാലാമത് ജനങ്ങളൊക്കെ ഉറങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങൾ നിസ്കരിക്കണം. തഹജ്ജുദ് നിസ്കാരം, ആ നിസ്കാരത്തിന്റെ കാര്യം നമ്മൾ കഴിവിന്റെ പരമാവധി 2, ഏറ്റവും ചുരുങ്ങിയത് കൂടിയാൽ എത്രയുമാകാം. ഈ 4 കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ തയ്യാറാകണം. അല്ലാഹു തആല ആ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അവിടത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മയ്യത്ത് നിസ്കരിക്കാൻ 223 ആളുകളുണ്ട്. ഇതിന് ബഹുമാനപ്പെട്ട എം പി ഉസ്താദും അതുപോലെ ഉസ്താദുമാർ സിറാജിൽ പരസ്യപ്പെടുത്തിയ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളടക്കം പ്രത്യേകമായി. ഒന്ന്, നമ്മുടെ ചെറുവായൂർ മുസ്തഫ സുബൈർ, ഇവരുടെ ഉമ്മ ഒറ്റമ്പൽ ആയിഷ എന്ന് പറയും. ഈ സുബൈർ പ്രസവിച്ച് 10 മാസം ആയപ്പോഴാണ് ബാപ്പ മരിക്കുന്നത്. പിന്നെ ആ കുട്ടികളെ പൂർണ്ണമായി നോക്കിയത് ഉമ്മയാണ്. കുറെ അസുഖമായി കിടക്കുകയായിരുന്നു. എൻ്റെ ഭാര്യയുടെ ഒരു ബന്ധു കൂടിയാണ്.
അത് മിനിയാൻ മരണപ്പെടുത്തുന്ന 3 ദിവസം അള്ളാഹുവിന്റെ മൗഫിറത്ത് നൽകുമാറാവട്ടെ, പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ ഉമ്മാക്ക് എല്ലാവരും സന്തോഷം അള്ളാഹു നൽകുമാറാവട്ടെ. മറ്റൊന്ന് ഫാത്തിമ കോടിയകൽ, അത് എൻ്റെ ഇവിടുന്ന് ഒരു ദേശം വീട് വലിച്ചില്ല, ഓർമ്മണെന്നറിയാം. ഇവിടെ അങ്ങാടി നടുവിലെ ദേശം അവൻ്റെ അമ്മായിക്ക് അള്ളാഹു തആല അവർക്ക് മൗഫിറത്ത് നൽകുമാറാവട്ടെ, പുറത്തു കൊടുക്കുമാറാവട്ടെ. മറ്റൊന്ന് നമ്മുടെ ലത്തീഫ്, വി ലത്തീഫിന്റെ അമ്മോശൻ അബ്ദുക്ക MP കോഴിക്കോട്, അദ്ദേഹം ഇന്നലെയാണ് മരണപ്പെട്ടത്. അള്ളാഹു മൗഫിറത്ത് നൽകുമാറാവട്ടെ. ഇങ്ങനെ 223 ആളുകൾ അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബില്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. رحمنا إلى سيدنا ونصر بين نروذي പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ നിസ്കാരം എല്ലാം നീ കബൂലാക്കണം റഹ്മാനേ. ആ ഓതിയതിന്റെ സവാബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സജ്ജനങ്ങളിലേക്ക് നീ നൽകണം റഹ്മാനേ. പ്രത്യേകമായി ഞങ്ങൾ പറയപ്പെട്ട ഈ ആളുകളുടെ ഹദ്റത്തിലേക്ക് നിന്റെ സവാബിനെ എത്തിക്കണം റഹ്മാനേ. 223 ആളുകളെ ഞങ്ങൾ ജനാസകരിക്കുന്നു. നാളെയോ മറ്റന്നാളോ ഈ ലിസ്റ്റിൽ ഞങ്ങൾ കൊടും പടച്ചറമ്പെ. ഇവർക്ക് നീ മൗഫിറത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെ ലിസ്റ്റ് വായിക്കുമ്പോൾ ഒരുപാട് ആളുകൾ ജനാസകരിക്കുന്ന ജനാസയായി ഞങ്ങളെ ഈ ശരീരങ്ങളെ നീ ഏറ്റെടുക്കണം റഹ്മാനേ. ആഖിബത്ത് നന്നായി മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ചറമ്പെ എന്നായാലും പോണം. പോയോരെ കാര്യം ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ്. അങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ നടക്കുമ്പോൾ കളിക്കുകയും ഇങ്ങനെ പോകുന്നു. പക്ഷെ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുമ്പോൾ വല്ലാതെ വിഷമിക്കുന്ന അല്ലാഹ്. പടച്ചറമ്പെ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം അല്ലാഹ്. മരണപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഭാര്യമാർ അടക്കം മക്കളടക്കം എല്ലാവർക്കും നീ മൗഫിറത്ത് നൽകണം റഹ്മാനേ. അവർക്ക് നീ സ്വർഗം നൽകണം അല്ലാഹ്. രോഗമായി കിടക്കുന്നവർക്ക് നീ ശിഫ നൽകണം റഹ്മാനേ. ബഹുമാഷ്ടെ മരുമകനടക്കം ആശുപത്രിയിലും വീട്ടിലും ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, കിടക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകണം അല്ലാഹ്. പൂർണ്ണ ശിഫ നൽകണം റഹ്മാനേ. എല്ലാ അപകടങ്ങളിൽ ഞങ്ങൾക്ക് നീ കാവൽ നൽകണം അല്ലാഹ്. എല്ലാ അപകടങ്ങളിലും ഞങ്ങൾക്ക് നീ കാവൽ നൽകണം റഹ്മാനേ. ദിവസവും ഞങ്ങൾ വാഹനത്തിൽ കയറുന്നവരാണ്, വാഹനം ഓടിക്കുന്നവരാണ്. എല്ലാ അപകടങ്ങളും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. അവസാനത്തെ ഹബീബിന്റെ ചാരത്ത് സ്വർഗ്ഗത്തിൽ കുടുംബത്തോടൊപ്പം ഹിസാബില്ലാതെ കടന്ന് സന്തോഷിക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.